ഈ കൈകുത്തിരിക്കുക, കാലടിച്ച് വയ്ക്കുക, കൈയടിച്ച് വയ്ക്കുക, വലത്തെ ഭാഗത്ത് തിരിച്ചടിക്കുക, കൈകുത്തിട്ട് എനിച്ചിരിക്കുക. ഇത് നമുക്ക് ഇരുന്ന് ക്ലാസ് നമ്മൾ കുറച്ച് ചെയ്യാം. ചെയ്യാൻ നോക്കിയാൽ എല്ലാം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണ ചെയ്യാൻ ശ്രമിക്കുക. കാലിന് നിർത്തി കാല് ഒന്ന് മടക്കാതെ നിർത്തുക. എനിക്കോ ചെയ്യാൻ തുടങ്ങാം. കാല് മടക്കാതെ നിർത്തുക, ഇടത്ത കാല് മടക്കുക, 2 നിർത്തുക, 3 മടക്കുക, കൈ കൊണ്ട് പിടിച്ചിങ്ങനെ പിടിച്ചോ, കൈ കൊണ്ട് പിടിച്ചു, 4 5 കൈ കൊണ്ട് പിടിച്ചു, 6 7 8 കാല് വിളിക്കുന്ന ബ്ലഡ് സർക്കൾസിനെ തിരിച്ചരാവാനാ. കാലിൽ നിന്ന് നിർത്തുക. ഇനി വലത്തെ കാല് 1 2 3 4 5 മടക്കോ, 6 7 8 മതി. ഇനി നമ്മള് സ്വസ്തികാസനം. ഇടത്തെ കാലിന്റെ പാദം വലത്തെ കാലിന്റെ തോളോട് ചേർത്ത് മുട്ടിച്ചു വയ്ക്കാറ്. മാക്സിമം മുട്ടിച്ച് മൂലാധാരത്തോട് ചേർത്ത് വയ്ക്കും. ഇനി വലത്തെ കാലിന്റെ പാദം ഇടത്തെ കാലിന്റെ തോളോട് ചേർത്ത് സ്വസ്തികാസനം. വിരല് ഉള്ളിലേക്ക് വയ്ക്കുക, കൈ മലർത്തി നിവർന്നിരിക്കുക. നമുക്ക് വായു മുദ്ര പിടിക്കാതെ നമുക്ക് ചൂണ്ടുവിരല് തള്ളവിരലിന്റെ അടിയിൽ വയ്ക്കാം. ചൂണ്ടുവിരല് നീ തള്ളവിരല് ആ ചൂണ്ടുവിരലിന്റെ മുകളിൽ 3 വിരല് നിർത്തിപ്പിടിക്കുക. ഇങ്ങനെ മലർത്തി വയ്ക്കോ, മലർത്തി വയ്ക്കും. ചൂണ്ടുവിരല് ഇവിടെ മുട്ടിക്കണം തള്ളവിരലിന്റെ അടി. ആദ്യം ചൂണ്ടുവിരല് തള്ളവിരലിന്റെ അടിയിൽ, ഈ തള്ളവിരല് ചൂണ്ടുവിരലിന്റെ മുകളിൽ നിർത്തിയിരിക്കുക. വായുമുദ്ര എന്നാ പറയാ. നിവർന്നിരിക്കുക, കണ്ണടക്കുക. ഇനി നമ്മുടെ അടിവാറിന്റെ ഭാഗത്ത് സ്വാധിഷ്ഠാന ചക്രം. നമ്മൾ 7 ചക്രങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ ചക്രം സ്വാധിഷ്ഠാന ചക്രം. താഴ്ത്തുന്നത് പൊക്കിക്കൊടിയുടെ അടിയിൽ നിന്ന് 4 ഇഞ്ച് താഴെ നിവർന്നിരിക്കുക. അവിടെ ശ്രദ്ധിക്കണം. 1 മൂക്കിവിടെ ഫുള്ള് ശ്വാസം എടുക്കുക. 2 സാവധാനം ശ്വാസം നിർത്തുക. 3 ശ്വാസം എടുക്കണം. 4 5 6 7 8 7 6 5 4 3 2 1 കണ്ണു തുറക്കുക. കാല് നിർത്തി വയ്ക്കുക. 1 കാല് 2 കാലം നിർത്തി, കാലൊന്ന് അനക്കാൻ പറ്റും. കാലിന്റെ വേരില് മടക്കണം. 1 2 കാലിന്റെ വേരില് മടക്കുക. എന്നാലും 2 3 4 5 6 7 8 ഒന്നും കൂടി ഇടത്ത കാല് ആദ്യം മടക്കിയിരിക്കുക. മടക്കി ഇങ്ങനെ കയറ്റി വയ്ക്കുക. മുട്ട് നിലത്ത് മുട്ടിക്കാൻ നോക്കുക. 2 3 4 5 മുട്ട് നിലത്തേക്ക് മുട്ടുക. 6 7 8 ഇനി വലത്തെ കാല് കേട്ടാ. 1 2 3 4 5 6 7 8 മതി. ഇനി വലത്തെ കാലം ആദ്യം മടക്കി വരിക. വലത്തെ കാലിന്റെ ഇടത്തെ കാലിന്റെ തൊടോട് ചേർത്ത് മുട്ടിട്ട് വയ്ക്കുക. ഇനി ഇടത്തെ കാലിന്റെ തൊടോട് ചേർത്ത് സ്വസ്തികാസനം നടത്തുക. കൈ മലർത്തി നിവർന്നിരിക്കുക. അതിനകത്ത് മനുവിനെ വായുന്നില്ല. ചൂണ്ടുവിരല് തള്ളവിരലിന്റെ അടിയിൽ, തള്ളവിരല് ചൂണ്ടുവിരലിന്റെ മുകളിൽ, 3 വിരല് നിർത്തി വയ്ക്കുക. നിവർന്നിരിക്കാതാണ്. അടിവയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഭാഗത്തേക്ക് കണ്ണടച്ചോളൂ കേട്ടാ. 1
മൂക്കിലൂടെ ഫുള്ള് ശ്വാസം. പതുക്കെ മൂക്കിലൂടെ ശ്വാസം കളയും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകള്, പ്രത്യേകിച്ച് അടിവാറിന്റെ ഭാഗത്തുള്ള അഴുക്കുകളെല്ലാം പുറത്തേക്ക് പോകും. ഇനി ആദ്യം 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. കണ്ണു തുറക്കുക. കാലിൽ നിർത്തി. കാല് ഒന്ന് അനക്കുക. കാലനക്കുക. കാലിന്റെ പാദം മുമ്പിലേക്ക് തള്ളുക. 1. കാലടിച്ചു വെച്ചോളാം. 2. പിന്നിലേക്ക് തള്ളുക. 3. കാലിന്റെ വിരലുകള് അടിയിലേക്ക്. 4, 5, 6, 7, 8, 1. ഇനി നമുക്ക് കാലിങ്ങനെ മടക്കി, ഇടത്ത കാലിൽ മടക്കി. അപ്പൊ ഇടത്ത കൈ പിന്നിലേക്ക്, ഇടത്ത കൈ വലത്തെ കൈ പൊന്തിക്കുക. പൊന്തിച്ചിട്ട് കാലിന്റെ പുറത്തെ കൂടെ അങ്ങനെ പിടിക്കും. പുറത്തെ കൂടെ തന്നെ ഇപ്പൊ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇനി ശ്വാസം പിടിച്ചത് പിന്നിലേക്ക് തിരിയണം. അപ്പൊ നമ്മുടെ ഈ പാൻക്രിയാസ്, ചെസ്റ്റിന്റെ ഉള്ളിലുള്ള പാൻക്രിയാസിന്റെ അടുത്തൊരു മർദ്ദം വരണം. അതിന് വേണ്ടിയിട്ടാ ഇത് പറഞ്ഞ് ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിയുക. ഷോൾഡർ അടക്കാം. ഇടത്തെ ഭാഗം 1. പിന്നിലേക്ക് നോക്കണം കേട്ടാ. അപ്പൊ വയറുള്ളിലേക്ക് വലിക്കുക. 2. മുമ്പിലേക്ക് ശ്വാസം എടുക്കുക. പിന്നിലേക്ക് 3, 4, 5. വയറുള്ളിലേക്ക് വലിക്കുക. 6, 7, 8. കൈ ബന്ധിക്കുക. കാല് നിർത്തി. ഈ വലത്തെ കാലുമാണ്. വലത്തെ കാല്. അപ്പൊ വലത്തെ കൈ പിടിക്കുക. വലത്തെ കൈ പിടിക്കുക. ഇടത്തെ കൈ പൊന്തിക്കുക. പൊന്തിച്ചിട്ട് പുറത്തു കൂടെ. അത് ഒരു ഭാഗത്തേക്ക് ചെയ്യുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇനി പിന്നിലേക്ക് തിരിയുക. 1, 2, 3. വയറുള്ളിലേക്ക് വലിക്കുക. 4, 5, 6, 7, 8. കൈ ബന്ധിക്കുക. കാലിൽ നിർത്തി. കാലം നനക്കുക. വക്രാസനം. ഇത് നമുക്ക് 2 കാലും ഇങ്ങനെ മടക്കി വെക്കണം. നമ്മുടെ പെൽവിക് റീജിയൻ, അടിവയറിന്റെ ഭാഗത്ത്, തൊടയുടെ അടിഭാഗത്ത്, തൊടയുടെ മസിലുകള് അവിടേക്കുള്ളതാ. കാല് ഇങ്ങനെ ചാർത്ത് പിടിക്കുക. ബട്ടർഫ്ലൈ പോസ് കളി. ഇങ്ങനെ കാലിങ്ങനെ വറപ്പിക്കുക. കാല് കുന്തിക്കുക, ചാർത്തുക. 1, 2, 3, 4, 5, 6, 7, 8. ഈ പൊന്തിച്ച് പെട്ടെന്ന് ഇടണം. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. കൈകൊണ്ട് കാലിന്റെ മുട്ട് നിലത്തേക്ക് മറക്കുക. കാലിന്റെ മുട്ട് നിലത്തേക്ക് മറക്കുക. കുറ്റി മാറി പോകാൻ പാടില്ല കേട്ടോ. കുറ്റി മാക്സിമം അടിച്ചു വയ്ക്കുക. കാലിന്റെ മുട്ട് നിലത്തേക്ക് മതി. ഇനി ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഒന്നും കൂടി പേരിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. കൈയിന്റെ മുട്ട കൊണ്ട് കാലിന്റെ മുട്ട് നിലത്തേക്ക് അമർത്തുക. നെറ്റ് കാലിന്റെ വരുമ്പോ പിടിക്കുക. ബദ്ധഭാഗം. കണ്ണ് തുറന്നു പിടിക്കണം. പാടി നെറ്റ് കാലിന്റെ വരുമ്പോ മുട്ടിക്കാൻ നോക്കുക. 2. കണ്ണ് തുറന്നു പിടിക്കണം കേട്ടോ. കണ്ണടക്കാൻ പറ്റും. 3, 4, 5. കാലിന്റെ മുട്ട് നിലത്ത് മുട്ടിക്കാൻ നോക്കണം. 6, 7,
ഏയ് കാല് നിർത്തി, കാലങ്ങോട്ട് നനക്കുക. ഇനി അവിടെ കിടക്കാം, പതുക്കെ കിടക്കുക. കാല് കുറച്ചടുത്തേക്ക് കൈമലർത്തിയിരിക്കുക. 10 നേരം കണ്ണടച്ച് കിടക്കും. റെസ്റ്റ് ചെയ്യാം, 10 നേരം ഇല്ല. മതി. കാലെടുക്കുക, കാലെടുത്തേക്കുക, കയ്യനക്കുക, കയ്യടിച്ചേക്കുക. ഇത് നമ്മളെ താരാസനം. കൈ ഇങ്ങനെ പുറത്ത് പിടിക്കണം. മണ്ണ് പറഞ്ഞ ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ കൈ പിന്നിലേക്ക് കൊണ്ടുപോകണം. തലയുടെ എത്തുമ്പോ തിരിക്കുക. തിരിച്ചിട്ട് പിന്നിലേക്ക് തള്ളുക, തലടിക്ക് തള്ളുക. താരാസനം. കൈ ഇങ്ങനെ പുറത്ത് പിടിക്കുക. മണ്ണ് പറഞ്ഞ ശ്വാസം എടുത്തുകൊണ്ട് പിന്നെ കൈന്റെ പത്തിലേക്ക് നോക്കണം കേട്ടോ. തലയുടെ അടുത്തുമ്പോ തിരിക്കുക. അപ്പൊ അങ്ങോട്ട് നോക്കണം, കൈ പിന്നിക്ക് നോക്കണം. കൈ മുകളിലേക്ക് തള്ളുക, പിന്നിലേക്ക് തള്ളുക. തുന്ന് പറയുമ്പോ കൈ പിടിക്കുക. കൈ കോർത്ത് പിടിക്കുക. കാലടിച്ച് വെച്ചോ. കൈപ്പത്തി അവിടേക്ക് പോണെച്ചാൽ അവിടേക്ക് നോക്കാം. പിന്നിലേക്ക് നോക്കണം. കാലടിക്ക് വരിക. കൈ പിന്നിലേക്ക് കാലടിക്ക്. 2. അപ്പൊ കൈ മുമ്പിലേക്ക് നോക്കണം കേട്ടോ. 3, 4, 5. കാലടിക്ക് കൈ പിന്നിലേക്ക് തള്ള, പിന്നിലേക്ക് നോക്കുക. 6, 7, 8. മതി. കൈ തണുത്ത് വയ്ക്കുക. ഇനി നമുക്ക് മേല് ആസനം. ഇടത്ത കാലം മുട്ട് മടക്കാണ്ട് നേരെ പൊന്തിക്കുക. കൈ നിലത്തിക്കാൻ മറച്ചു കൊടുക്കുക. കൈ നിലത്തിക്കൊന്ന് പ്രസ് ചെയ്താൽ മതി. 1. കാലിന്റെ വെല്ലിന് മുകളിലേക്ക് തള്ളി പിടിക്കുക, വെള്ളിലേക്ക് നോക്കുക. തല പൊന്തിക്കാൻ പാടില്ല. 2. തല പൊന്തിക്കാൻ പാടില്ല കേട്ടോ. 3. കാലിന്റെ വെല്ലിന് മുകളിലേക്ക് തള്ളും. 4, 5, 6, 7, 8. കാലെടുത്തെടുത്തോളാം. ഇനി വലത്തെ കാല് പൊന്തിക്കണം. 1. കാലിന്റെ തലവലിലേക്ക് നോക്കണം കേട്ടോ. തലവലിന് മുകളിലേക്ക് തള്ളി പിടിക്കാം. തലവലിലേക്ക് നോക്കാം. 2. മുകളിലേക്ക് പൊന്തിക്കുമ്പോ ശ്വാസം പിടിക്കുക. താഴ്ത്തിക്കുമ്പോ വരുമ്പോ ശ്വാസം പിടിക്കും. 3. ശ്വാസം എടുത്തുകൊണ്ട് പൊന്തിക്കുക. കാലിന്റെ വെല്ലുവിളി നോക്കാം. 4. ശ്വാസം എടുത്തുകൊണ്ട് താഴ്ത്തും. നിലത്ത് ഇടാൻ പാടില്ല, പതുക്കെ വയ്ക്കണം. 5, 6, 7, 8. ഇനി പൂർണ്ണ പേരുന്നുണ്ടാകും. 2 കാലം ഒരുമിച്ച് പൊന്തിക്കുക. കൈ നിലത്തിക്കാൻ മത്തി കൊടുക്കുക. 1. 2 കാലിന്റെ തള്ളവരി മുകളിലേക്ക് തള്ളുക. 2. സാധാരണ ശ്വാസം എടുത്തുകൊണ്ട്. 3. ശ്വാസം എടുത്തുകൊണ്ട് മതി. 4, 5, 3, 7, 8. Rest, relax. നമുക്ക് വർക്കളാസനം. കാല് രണ്ടും ഇങ്ങനെ മടക്കി വെക്കണം. കൈ സൈഡിലേക്ക് നിർത്തി, കൈ സൈഡിലേക്ക് നിർത്തിയില്ല. 2 കാലും ഇങ്ങനെ മടക്കി വെക്കും. ഇനി കാലിന് മുട്ട് നിലത്ത് മുട്ടിക്കണം. 2 കാലിന്, ഒരു കാലിന്റെ മുട്ട് നിലത്ത് മുട്ടിക്കുക. അതിന്റെ മുകളിൽ മറ്റേ കാലിന് മുട്ടി. അപ്പൊ വലത്തെ കൈക്ക് നോക്കുക. കാലിങ്ങനെ ഇടത്തെ ഭാഗത്ത് മുട്ടിക്കുമ്പോ വലത്തെ ഭാഗത്തേക്ക് നോക്കുക. 1.
ശ്വാസം വിടുക. 2 ശ്വാസം എടുത്ത് നേരെ വരും. നേരെ നേരെ ഇനി പുറത്തേക്ക് 3. അപ്പൊ അടുത്ത കൈവിളിക്ക് നോക്കണം. കാല് വലത്തെ ഭാഗത്ത് കൂട്ടി 4 5 അടുത്ത ഭാഗത്ത് നിലത്ത് കൂട്ടി 3 7 ഈ വലത്തെ ഭാഗത്ത്. അപ്പൊ അടുത്ത കൈവിളിക്ക് നോക്കും. 8 7 6 5 4 3 2 1 കാല് നിർത്തിയിരിക്കുക. ഇല്ല കാലടിച്ചേക്കുക, കൈയടിച്ചേക്കുക. കൈന്റെ മുട്ട് വരെ വന്നിട്ട് കാലിന്റെ തള്ള വരുമ്പോഴേക്ക് നോക്കണം. കാലടിച്ചേക്കുക, കാലിന്റെ തള്ള വരുമ്പോഴേക്ക് നോക്കാം. വിപരീതം വരുന്നുണ്ടാവും. 2 എടുക്കുക. 3 വരുമ്പോഴേക്ക് നോക്കുമ്പോ ശ്വാസം വിടുക. 4 5 6 7 8 മതി. റിലാക്സ്. ഇനി വലത്തോട്ട് തിരിഞ്ഞ് കമ്മുന്ന് കിടക്കാം. വലത്തോട്ട് തിരിഞ്ഞ് കമ്മുന്ന് എടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ നോക്കണം കേട്ടാ. ചെയ്യാൻ നോക്കിയാലേ ചെയ്യുള്ളൂ. കമ്മുന്ന് എടുക്കുക. കൈ കാലിന്റെ അടിയിൽ വെക്കാം. കൈ കാലിന്റെ അടിയിൽ വെക്കുക. അടുത്ത കാലം മുട്ട് മടക്കാണ്ട് പൊന്തിക്കണം കേട്ടോ. മുട്ട് മടക്കാണ്ട് നോക്കുക. 1 ശ്വാസം എടുത്തുകൊണ്ട് പൊന്തിക്കുക. 2 ശ്വാസം വിട്ടുകൊണ്ട് ആക്കുക. അടുത്ത കാലം മാത്രം. 3 അപ്പൊ കാലിന്റെ തലവരില് പിന്നിലേക്ക് തള്ളി പിടിക്കുക. കാലിന്റെ തലവരില് പിന്നിലേക്ക് തള്ളുക. 4 5 6 7 8 താടി നിലത്ത് മുട്ടിക്കണോ? താടി നിലത്ത് മുട്ടിക്കണോ? നീ വലത്തെ കാലം മുട്ടിക്കണം. 1 2 3 4 5 6 7 8 ഈ 2 കാലം മുകളിലേക്ക് പൊന്തിക്കാട്ടാ. വേണമെങ്കിൽ കൈ കൊണ്ട് പൊന്തിച്ചു കൊടുക്കാം. തീരെ വന്നില്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ പൊന്തിച്ചു കൊടുക്കാം. കാലിന്റെ മുട്ട് മറങ്ങാണ്ട് നോക്കും. 1 ശലഭാസനം, പൂർണ്ണ ശലഭാസനം. 2 3 4 കാല് പൊന്തിക്കുമ്പോ ശ്വാസം എടുക്കുക. 5 6 7 8 7 കൈ നോമ്പിരിക്കുക. ഷോൾഡറിന്റെ ലെവലിൽ ഭുജംഗാസനം. കാലടിച്ചു വെച്ചോളൂ. നെറ്റി പന്തിക്കുക, താടി പന്തിക്കുക, ചെസ്റ്റ് പന്തിക്കുക. പൊക്കിൾ കൂടി മുകളിലേക്ക് പൊന്തുക. അരഭാഗം വന്നാ പാടില്ല. കൈ പകുതി നീർന്നിരിക്കുക. മുകളിലേക്ക് നോക്കി ശ്വാസം എടുത്ത് വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. 2 എടുക്കുക. 3 നെറ്റി പന്തിക്കണം, താടി പന്തിക്കണം, ചെസ്റ്റ് പന്തിക്കണം. മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുത്ത് വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. 4 5 ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. 6 7 ശ്വാസം എടുത്ത് വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം എടുക്കുക വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വിടുക. 8 റെസ്റ്റ്. മതി. കൈ പിന്നിരിക്കി വെക്കണം കേട്ടാ. കൈ പുറത്ത് കമത്തി വയ്ക്കുക. ഹിപ്പിന്റെ അവിടെ കമത്തി വെക്കണം. കൈ പൊത്തിയാടിയിരിക്കും. ചെസ്റ്റ് പൊന്തിക്കുക, കാലും പൊന്തിക്കുക. വിപരീത നവദാസനം. 1 2 ചെസ്റ്റ് പൊന്തിക്കണം, കാലും പൊന്തിക്കണം. 3 4 5 6
7, 8 മതി. കൈ പിന്നിൽ വെച്ചാൽ മതി. ഈ കാല് മടക്കുക, രണ്ട് കാലിന്റെ ഉപ്പിറ്റിമ കാലിന്റെ ഉപ്പിറ്റി പിന്നിൽ തുറണം. 1 അരഭാഗം വന്നാക്കാൻ നിർത്തുക. 2 നിർത്തുക. 3 4 5 6 7 8 7 6 5 4 3 2 1 മതി. കാല് കുറച്ച് എത്തിക്കുക. കയ്യെ താടിമ ഉദ്ദേശിക്കുക. കൈ താടിമ ഉദ്ദേശിക്കണം. കാലിന്റെ തലവെല്ലും കാലിന്റെ ഉപ്പിച്ച് നിലത്ത് തുറന്നിട്ടാ കാല് കുറച്ച് അകത്ത് വയ്ക്കണം. അടിവയറിന്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. അടിവയറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് കണ്ണടച്ച് കഴിയുക. മകരാസനം. സൈഡിൽ തിരിച്ചു വെക്കണം. കാലിന്റെ ഉപ്പിറ്റും കാലിന്റെ തലവെല്ലും നിലത്ത് കൂട്ടണം. അടിവയറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് കണ്ണടച്ചു. കൈക്കെടുത്ത് വയ്ക്കുക. ഇടത്ത കൈപ്പത്തി മണ്ണ് വലത്ത കരുത്തി തല സൈഡിൽ ചരിച്ചു വയ്ക്കുക. ഇടത്ത കൈപ്പത്തിയുടെ മുകളില് വലത്ത കൈപ്പത്തി അതിന്റെ മുകളില് നമ്മുടെ ചെവി വയ്ക്കുക. മകരാസനം വേറെ ഒരു വേഷണം. അടിവയറിന്റെ ഭാഗത്ത് ശ്വാസം ശ്രദ്ധിക്കും. തല തിരിച്ചു വയ്ക്കുക. കൈപ്പത്തി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മതി. കാലടിച്ചു വയ്ക്കുക. കൈ ഷോൾഡറിന്റെ ലെവലിൽ വയ്ക്കുക. കാലടിച്ചു വയ്ക്കണം. കൈ ഷോൾഡറിന്റെ ലെവലിൽ. കൈ കുത്തിയിട്ട് പിന്നിലേക്ക് ഇരിക്കുക. ഉപ്പിറ്റിമിലേക്ക് ഇരിക്കുക. നെറ്റി നിലത്ത് മുട്ടിക്കുക. കാലിന്റെ ഉപ്പിറ്റിമിരിക്കണം. നെറ്റി നിലത്ത് മുട്ടിക്കണം. കണ്ണ് തുറക്കാം. നെറ്റി നിലത്ത് മുട്ടിക്കുക. ശാശാസനം. മതി. പതുക്കെ അടിച്ചത്. പതുക്കെ അടിച്ചത്. കാലടിപ്പിച്ച് വയ്ക്കണം. കൈ മുമ്പിരിക്കുന്നില്ല. ശ്വാസം വിട്ടത് പിന്നിലേക്ക് തിരിയണം. 1 2 കാലനങ്ങാൻ പാടില്ല. 3 4 കാല് കൂട്ടി വയ്ക്കുക. കല്ല് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. 3 4 5 6 7 8 7 6 5 4 3 2 1 മതി. നീ കാലിന്റെ പിടിച്ച് ഇങ്ങനെ കൈ മുകളിൽ പിടിക്കണം. 1 ബാലൻസ് ചെയ്ത് നിൽക്കുക. പർവ്വതാസനം. 2 3 കാലടിച്ചില്ല. 4 കാലടിച്ചു വരണം. 5 6 7 8 കാലടിച്ചു വെക്കണം കേട്ടോ. ഇന്നലെ ഒരു റെക്കോർഡ് ഉണ്ട് 3 മണിക്കൂർ. 1 2 യോഗന്റെ റെക്കോർഡ്. ലോക റെക്കോർഡ് 5 മിനിറ്റ് പറ്റിയാൽ മതി. 1 ഉത്തരകണ്ട് 2 നെറ്റി കാലിന്റെ മുട്ടുമ്പോൾ മുട്ടിക്കാൻ നോക്കാം. 3 കൈ മുകളിലേക്ക് തണ്ട. 4 5 6 7 8 7 6 5 4
3, 2, 1. First. Finish your hand. 1, 2, 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. മതി. ഇനി നമുക്ക് പറ്റുമോ നോക്കാം. വൃക്ഷാസനം. 1, 2, പറ്റില്ല അത്രയും ശരീരം 3, 4, 5, 6 ചേഞ്ച് ചെയ്യാം. ബാലൻസ് ചെയ്ത് വെക്കാം. വിഴാവ് നോക്കാലും 7, 8 8, 7, 6, 5, 4, 3, 2, 1. മതി. ഇതൊന്ന് ഇരിക്കുക. കാലിന്റെ മുട്ടുമ്പോ പിടിക്കാതെ ഇരിക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ഇരിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. മതി. നമുക്ക് ഇന്ന് ചെയ്യണില്ല. നാളെ ചിരി കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കിംഗ് യോഗ. അപ്പൊ നാളെ ചെയ്യാം. ഇനി മുട്ടുവെച്ചിരിക്കുക. മുട്ടുവെച്ച് നമുക്ക് തിരിച്ചു കഴിഞ്ഞാലേ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ടാവും. അപ്പൊ നമ്മള് എപ്പോഴും ചിരിക്കണമെന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിരി കുറവാണ്. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കണം. അങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല. അത് എൻഡോർഫിൻ ഉണ്ട്. അപ്പൊ അത് ടോക്സിൻ ശരീരം മാലിന്യമുക്താക്കാനായിട്ട് നല്ലതാണ്. ടോക്സിൻ വിഷാംശങ്ങളെ നാളെ ചെയ്യാം. ഇടത്ത കൈപ്പത്തി മലർത്തി വയ്ക്കുക. വലത്ത കൈപ്പത്തി അതിന്റെ മുകളിൽ വയ്ക്കുക. ഭൈരവി മുദ്ര നേർന്നിരിക്കുക. കാണണം. ഇരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൈ കുത്തിയിരുന്നാൽ മതി. കുറെ നാള് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. പറ്റുമെങ്കിൽ കൈ കുത്തിയിരുന്ന ശരീരം ശ്രദ്ധിക്കും. നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കണം. നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കണം. ശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു പുറത്തേക്ക് പോകണം. അത് ശ്രദ്ധിച്ചാണ്. ശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് ജനിച്ച നാള് മുതൽ വരാം. ഓട്ടോമാറ്റിക്കായിട്ട് അത് ശ്രദ്ധിക്കും. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ശ്വാസം എടുക്കാം. വയറിന്റെ ഭാഗത്തിൽ ശ്രദ്ധിച്ചിട്ട് ശ്വാസം എടുക്കുക. 1, 2 പതുക്കെ ശ്വാസം വിടുക. 3 ശ്വാസം എടുക്കുക. 4 പതുക്കെ ശ്വാസം വിടുക. 5 ശ്വാസം എടുക്കുക. 6 പതുക്കെ ശ്വാസം വിടുക. 7, 8 കണ്ണടച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മളെ ചെസ്റ്റിന്റെ ഭാഗത്തിൽ ശ്രദ്ധിച്ചിട്ട് ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8 കണ്ണടച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മളെ ബ്രെയിനിന്റെ ഭാഗത്തിൽ ശ്രദ്ധിച്ചിട്ട് ശ്വാസം എടുക്കുക. തലച്ചോറിന്റെ ഭാഗം ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8 കണ്ണടത്തി. ഇനി നമ്മുടെ എനർജി സെന്റർ
നട്ടല് നട്ടലിന്റെ ഭാഗത്ത് ശ്വാസം സൂക്ഷ്മനാടി 1 2 പതുക്കെ ശ്വാസം കൊണ്ട് നട്ടലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ട് ശ്വാസം എടുക്കാം 3 4 5 6 7 8 കണ്ണടച്ച് സാധാരണ ശ്വാസം നിർത്തി കണ്ണു തുറക്കാം കേട്ടോ കൈ പിന്നിട്ട് വെക്കുക ശശാങ്കാസനം ശ്വാസം എടുത്ത് തിരിച്ചു നിൽക്കുന്നില്ല കണ്ണു തുറന്നില്ല ശ്വാസം എടുത്തുനിന്ന് തുറന്നു ശ്വാസം എടുത്തുനിന്ന് 3 4 5 6 7 8 മതി കൈകൊത്തി സൈഡിലേക്ക് ഇരിക്കുക കാലിന് നിർത്തി കാലെല്ലാം എടുക്കാവുള്ളൂ ഈ കമർമടങ്ങിരിക്കുക കേട്ടോ ഇത് നമുക്കൊരു പ്രാണായാമം ചെയ്യണം നമുക്ക് നാഡി ശുദ്ധി പ്രാണായാമം ചെയ്യാം നമ്മുടെ നാടികള് നമ്മള് സുഷുമ്നാ നാടി നടുവില് അടുത്ത ഭാഗത്തായിട്ടാണ് നാടി അവിടെ ഒരു 36,000 നാടി പിന്നെ വലത്തെ ഭാഗത്ത് പിങ്കള നാടി സൂര്യനാടി ആ രണ്ട് ഭാഗത്തേക്കും നമുക്ക് കറക്റ്റ് ചെയ്ത് ശ്വാസം എത്തിക്കണം കൈ ചിന്നുദ്ര ചൂണ്ടുവരലും തള്ളവരലും കൂടി പിടിക്കുക ഇത് നാസിക മുദ്ര വലത്തെ കൈ ചൂണ്ടുവരലും നടുവരലും അടച്ചു പിടിക്കുക നിവർന്നിരിക്കുക എന്നിട്ട് നട്ടലിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക 1 2 പതുക്കെ ശ്വാസം വിടുക ഇനി കയ്യെ വലത്തെ മൂക്ക് അടച്ചു പിടിക്കും അടുത്ത മൂക്കിയോടെ ശ്വാസം എടുക്കുക 1 നട്ടലിന്റെ അവിടെ ശ്രദ്ധിച്ചോളാം അടച്ചു പിടിക്കുക ഇനി ഇപ്പുറത്തെ കൂടെ വിടുക 2 3 4 5 കണ്ണടച്ചോളാം 6 ഇപ്പുറത്തെ കൂടെ വിടണം നട്ടലിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കുന്നതാണ് 7 8 ഫുള്ളായിട്ട് ശ്വാസം എടുക്കുക അടയ്ക്കുക 7 6 ഫുള്ളായിട്ട് ശ്വാസം എടുത്തിട്ട് അടയ്ക്കുക 5 4 3 2 1 1 അടയ്ക്കുക 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 കൈ മലർത്തി വയ്ക്കുക ചിമ്മൂല രണ്ട് കൈ ചിമ്മൂല രണ്ട് മൂക്കിയോടെയും ശ്വാസം എടുക്കുക 1 2 പതുക്കെ ശ്വാസം എടുക്കണം 3 4 5 ശ്വാസം എടുക്കണം 6 7 8 മതി കണ്ണടച്ചിരിക്കണം കേട്ടോ കണ്ണടച്ചിരിക്കും ഇനി നമ്മള് കപാലഭാതി എന്ന് പറയും കൈമേലടക്കി വെച്ചാൽ രണ്ട് കൈമേൽ
നിർത്തിയേക്കുക. മൂക്കി കൂടെ ഇങ്ങനെ ശ്വാസം വിടും. കണ്ണു വരുമ്പോ സൗണ്ട് കാണും. കണ്ണു വരുമ്പോ വിടുക, തൂങ്ങി വരുമ്പോ എടുക്കുക. മുഖത്ത് ശ്രദ്ധിച്ചാൽ മതി. നമ്മള് കണ്ണു വരുമ്പോ ശ്വാസം വിടുമ്പോ വയറില്ലേ പോകണം. പക്ഷെ നമ്മുടെ ശ്രദ്ധ മുഖത്ത് കപാലം മുഖത്ത് ശ്രദ്ധിക്കുക. കൈ മലർത്തിയേക്കുക. അപ്പൊ എന്റെ മുമ്പൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ എടുക്കുക. കൈ മലർത്തിയേക്കുക. തുടക്കത്തിൽ വേണമെങ്കിൽ കണ്ണു തുറക്കാം. പിന്നെ പരിചയം കഴിഞ്ഞാൽ കണ്ണാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 വയറുള്ളിലേക്ക് പോകാൻ 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 നിക്കടിക്കുക. കിടന്നിട്ട് ചെയ്യാം. 1 2 1 2 1 2 നിർത്താൻ പാടില്ല. 1 2 1 2 1 2 1 2 1 2 1 2 1 വരുമ്പോൾ 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2
2, 1. കാല് തളർത്തിടുക, കൈ തളർത്തിടുക, ശരീരം തളർന്ന് കിടക്കട്ടെ കേട്ടോ. കാല് തളർത്തിടുക, കൈ തളർത്തിടുക, ശരീരം തളർന്ന് കിടക്കട്ടെ. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിക്ക് ഇറങ്ങി പോവുക. ശരീരം തീരെ ഭാരം ഇല്ലാണ്ടൊക്കെ എടുക്കുക. ശരീരം തീരെ ഭാരമില്ലാണ്ടൊക്കെ എടുക്കുക. കാലുകളൊക്കെ നനയ്ക്കുക, കാലുകളൊക്കെ നനക്കി അടുപ്പിച്ചേക്കുക, കൈകളൊക്കെ നനക്കി അടുപ്പിച്ചേക്കുക, കാലുകളൊക്കെ നനക്കുക, കാലുകൾ അടുപ്പിക്കുക, കൈ അടുപ്പിക്കുക, കൈ പിന്നിലേക്ക് വയ്ക്കുക, കാല് പിന്നിലേക്ക് തള്ളുക, കാലടിക്കുക, സ്ട്രെച്ച് സ്ട്രെച്ച്, പിന്നിലേക്ക് വലിക്കുക, കൈ പിന്നിലേക്ക് വലിക്കുക, കാലടിക്കുക, സ്ട്രെച്ച് വലിക്കുക, സ്ട്രെച്ച് 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 മതി. കൈ മുമ്പിലേക്ക് വയ്ക്കുക. ഇനി വലത്തോട്ട് ചെരിഞ്ഞെടുക്കുക, വലത്തോട്ട് ചെരിഞ്ഞെടുക്കുക. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. പതുക്കെ കൈ കുത്തിയിരിക്കുക, കൈമലർത്തി വയ്ക്കുക, കണ്ണടച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് യോഗ തുടങ്ങുമ്പോഴും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം. ഈ നമസ്കാര മുദ്ര. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം, മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് നന്ദി പറയാം, യൂണിവേഴ്സിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കാനും പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വെക്കുക, ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക, ഭൂമി ദേവിക്ക് നന്ദി പറയും. ശ്വാസം എടുത്തെന്ന് പറഞ്ഞു വരിക, കൈ കൂട്ടിട്ടില്ല. കൈയിലെ ചൂട് കണ്ണിന്റെ മുകളിൽ, കൈ മുഖത്തെല്ലായിടത്തും അമർത്തുക. നെറ്റി, കണ്ണിന്റെ പിരികം, കവള്, താടി, ചെവിയുടെ തലയിലൊക്കെ പറ്റി അമർത്തുക. കഴുത്തിന്റെ അവിടെ കൈ ഒന്നുകൂടി കൂട്ടി തിരിക്കുക. നന്നായി റബ്ബ് ചെയ്യുക, ചൂടാ കണ്ണിന്റെ മുകളിൽ. കണ്ണ് തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. കൈയിന്റെ പേരിലും വിളിച്ച് നോക്കിയിട്ട് കണ്ണു തുറക്കുക. എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ 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 നമസ്തേ. ശുഭ ഓക്കെ. സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ല? സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ഓക്കെ കേട്ടാ, നാളെ കാണാം. നാളെ ഇപ്പൊ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും. ലോഫിംഗ് യോഗ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ. ലോഫിംഗ് യോഗയും കൂടി നമ്മൾ ഉൾപ്പെടുത്തും.